നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എറണാകുളത്തപ്പൻ്റെ ഉത്സവം 6ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഉത്സവ ബലിയോട് കൂടിയിട്ടുള്ള ഒരു വിശേഷാൽ ദിവസമാണ്, ആചരണമാണ്. ശിവേലി 7:30 തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തുള്ള ചടങ്ങുകളിലേക്ക് കൂടി കടക്കുന്നു. ഇപ്പോൾ വളരെയധികം അഭൂതപൂർവമായ ഭക്തജന സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ 6ാം ദിവസത്തിൻ്റെ എത്തി നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഒരു അവലോകനം, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള സംഭവങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇനിയുള്ള 2 ദിവസങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വിശകലനമാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ഈ ക്ഷേത്രം ദേവസ്വം ഓഫീസർ ശ്രീ അഖിൽ ദാമോദരൻ സാറിൻ്റെ കൂടെ. സർ നമസ്കാരം. വളരെ ധൃതി പിടിച്ച സമയത്താണെങ്കിലും ബുദ്ധിമുട്ടുകയാണ്, ക്ഷമിക്കണം. എങ്കിലും നമുക്ക് എന്താ പറയുക, പുറം ലോകം വളരെ ആകാംക്ഷയോടുകൂടി ആസ്വദിക്കുകയും ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. 6ാമത്തെ ദിവസത്തിലേക്ക് എത്തി. വളരെ എന്താ പറയുക, നമ്മൾ മനസ്സിൽ കണ്ടതുപോലെയൊക്കെ പൂർണ്ണമായോ ആയോ എന്നറിയില്ല, എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു വിലയിരുത്തലിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഭക്തജനങ്ങളുടെ സഹകരണം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ഉത്സവബലിയുടെ ചടങ്ങുകൾ നടന്നു വരികയാണ്. മരപ്പാണിയുടെ ചടങ്ങാണ് ഇപ്പോൾ നടന്നു പോരുന്നത്. അതിനുശേഷം ഉത്സവബലി ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. അതെ. അപ്പോൾ അതൊരു വലിയൊരു ദർശന സമയമാണ്. തീർച്ചയായിട്ടും എല്ലാ ദേവീദേവന്മാരും സാന്നിധ്യം അരുളുന്ന സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇതുവരെ എല്ലാ വേദികളിലും കൊടിയേറ്റം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളായാലും അന്നദാനമായാലും അകത്തും പുറത്തുമുള്ള പൂജാതി കാര്യങ്ങളായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ചുമതലപ്പെടുത്തിയിട്ടുള്ള അതൊരു വലിയൊരു കടമയാണ്. അതായത് ചുമതലപ്പെടുത്തിയ ദേവസ്വം ജീവനക്കാരായാലും സബ് കമ്മിറ്റി, അതെ അവര് വളരെയധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സംതൃപ്തിയാണ് സാറുടെ മുഖത്ത്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ദ്രവ്യങ്ങളോ പണമോ ഒന്നും ലഭിക്കില്ലെന്നറിഞ്ഞിട്ട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പറ്റം ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതെ. അപ്പോൾ ആ ഒരു സേവന മനസ്സോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഉത്സവത്തിന്റെ വിജയം. 1 രൂപ മുതൽ 5 ലക്ഷം 10 ലക്ഷം രൂപ വരെ നൽകുന്ന ഭക്തജനങ്ങളുണ്ട് എറണാകുളത്തപ്പന് ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ട്. അവരുടെ കടപ്പാടാണ് ഈ ഉത്സവത്തിന്റെ വിജയം. അതെ, ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ നടത്തണമെന്നാണ്. ദേവസ്വം അതിന് നിയോഗിക്കപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു നാട്ടിൽ വന്ന് ആ നാടിന്റെ ഉത്സവമായി മാറണമെന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങളായിട്ട് ഒരുമിച്ച് കൂടി നിന്ന് വേണം ഉത്സവം നടത്താനായിട്ട്. അതെ, അപ്പോഴാണ് അവർക്ക് അവരുടെ ഉത്സവമായിട്ട് തോന്നുകയുള്ളൂ. അത് അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. വളരെ കറക്റ്റാണ്. തീർച്ചയായും ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സാറ് നൽകിയത്. കാരണം ഒരു നാടിൻ്റെ സാംസ്കാരിക ചരിത്ര പേടകമാണ് ക്ഷേത്രം. അങ്ങനെ നോക്കുമ്പോൾ ആ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ചരിത്രം കൂടി ആ ക്ഷേത്രത്തിന് പറയാനുണ്ടാവും. അപ്പോൾ ആ ക്ഷേത്രോത്സവം തീർച്ചയായും ജനങ്ങളുടെ ഉത്സവമായിരിക്കണമെങ്കിൽ അതിൽ ജനപങ്കാളിത്തം ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ ദേവസ്വവും ക്ഷേത്ര ജീവനക്കാരും അതുപോലെ തന്നെ ജനങ്ങളും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു ഉത്സവമായാൽ വളരെ നന്നായിരുന്നു എന്നൊരു സ്വപ്നം പങ്കുവയ്ക്കുന്നു ദേവസ്വം ഓഫീസർ. പിന്നീട് അവിടെ നിങ്ങോട്ടുള്ള ഓരോ ദിവസത്തെയും മേളപ്രമാണിമാരായാലും കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രമാണം വഹിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അത് മധ്യ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നുമാണ് എറണാകുളത്തപ്പൻ്റെ ഉത്സവം. പെരുവനംകുട്ടന്മാരാരായാലും സതീശന്മാരാരായാലും അതുപോലെ പഴുവിൽ രഘുമാരാര്, അതുപോലെ തന്നെ ചെറുശ്ശേരി കുട്ടന്മാരാര്, ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് നമ്മുടെ RLV ഹരിപ്രസാദാണ്. അതൊരു പുതിയ തലമുറയിലേക്ക് കൂടി കൈമാറുക എന്നൊരു ചൂടുമാറ്റം തന്നെയാണ്. അതായത് പുതിയ തലമുറയിലെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ കലാകാരൻ എന്ന നിലയിലുള്ള കടമ നിർവഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നിയോഗിക്കാനായിട്ട് തീരുമാനമെടുത്തത്. അങ്ങനെ പുതിയ തലമുറ കടന്നു വരട്ടെ. അതുപോലെ തന്നെയാണ് നമ്മൾ പെൺകുട്ടികളായിട്ടുള്ളവർക്ക് ഇന്നലെ വലന്തലയിൽ പെൺകുട്ടികളുണ്ടായിരുന്നു, കുറുങ്കുഴലിൽ പെൺകുട്ടികളുണ്ടായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ അഭിമുഖത്തിൽ ലക്ഷ്മി പറഞ്ഞു, കാരണം ഈ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർ എന്നെ അനുവദിച്ചു ഇവിടെ സമർപ്പിക്കാൻ. അതൊരു വലിയ അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി. എല്ലാ തൊഴിൽ മേഖലയിലും വളരെ ഭംഗിയായിട്ട് സ്ത്രീ സാന്നിധ്യം കടന്നു വരികയാണ്.
വലിയൊരു നീക്കമാണ്. അതവര് എല്ലാവരും വേണം. അതായത് അവർക്ക് കൂടിയുള്ളതാണ് ഉത്സവം, അവരൊരു മാറ്റമില്ല. അപ്പോൾ അവരെ ഒരു കല പഠിക്കുന്നു, അവർ വീടിൻ്റെ മതിലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അവരതിനെ സന്തോഷമായി കണ്ടെത്തുന്നു. അപ്പോൾ അതിനെ പ്രോത്സാഹിക്കേണ്ടത് നമ്മളെ പോലുള്ള എല്ലാ ജോലിക്കാരും അതുപോലെയുള്ള തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹം. പിന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഓരോ ദിവസവും 10,000-ന് മുകളിലാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഓരോ ദിവസവും നമ്മൾ അന്നദാനം നൽകുന്നുണ്ട്. 7 ദിവസമായിരുന്നു. അതെ, 7 ദിവസമാണ്. അപ്പോൾ ഈ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 50,000-ന് മുകളിൽ ആളുകൾക്ക് ആയിട്ടുണ്ട്. അധികം ആളുകൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 15,000 പേരാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, 3,000-ത്തിലധികം ഉണ്ടാവും. അതെ, വാദ്യക്കാര്, മേളക്കാര്, ജീവനക്കാര്, 15,000 വെച്ച് നമുക്ക് രണ്ടിടത്തും കൂടെ കൂട്ടാം. സാധിക്കും. 1,00,000-ന്റെ നിയർ അബൌട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും. ഏതാണ്ട് ഇനിയിപ്പോ വരാനിരിക്കുന്ന 2 ദിവസങ്ങൾ കൂടി. വരാനിരിക്കുന്ന 2 ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പകൽപൂരവും ആറാട്ടുമാണ്. അത് കൂടാതെ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടേണ്ട ഈ വെടിക്കെട്ടിന്. അപ്പോൾ ആ വെടിക്കെട്ടിൻ്റെ ഓർഡർ ഇന്ന് എല്ലാ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും മേൽശാന്തി അല്ലെങ്കിൽ ക്ഷേത്രം തന്ത്രിയൊക്കെ അഭിപ്രായപ്പെട്ടൊരു വിഷയമുണ്ട്. എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തണോ വേണ്ടയോ എന്ന് എറണാകുളത്തപ്പൻ തീരുമാനിക്കും. അതുപോലെ തന്നെയാണ് ഇന്നലെ സംഭവിച്ചതും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വളരെയേറെ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും എന്തോ എറണാകുളത്തപ്പൻ്റെ മനസ്സുകൊണ്ട് തന്നെ അതിന് ഉത്തരവ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാം നിയന്ത്രിച്ച് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി നമുക്ക് വെടിക്കെട്ട് പൊട്ടിക്കാൻ സാധിക്കണം. അതിന് എല്ലാ ഭക്തജനങ്ങളും വളരെയധികം സഹകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പകൽപൂരത്തിന് 11 ആനകളുടെ എഴുന്നള്ളിപ്പാണ് ഉണ്ടാവുക. അതിന് മേളപ്രമാണിത്വം വഹിക്കുന്നത് കഴക്കൂട്ട് അനിയന്മാരാണ്. അതുപോലെ ഉള്ള ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആറാട്ട് സദ്യ എന്ന ഒരു കടമ്പ വലിയൊരു ചടങ്ങാണ്. ഏകദേശം 25,000-ന് മുകളിൽ ഭക്തജനങ്ങളെ അന്ന് മാക്സിമം ആളുകളെ ഭക്ഷണം നൽകി വിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുറവുമില്ലാതെ എറണാകുളത്തപ്പൻ ഈ നിമിഷം വരെ എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിച്ച എല്ലാ എൻ്റെ ഭക്തജനങ്ങൾക്കും ഏതൊരു കാലത്തും എറണാകുളത്തപ്പൻ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു കുഴിയിൽ വീണ് കിടന്നാൽ അദ്ദേഹം കോണി വെച്ച് കൈപിടിച്ച് കയറ്റും എന്നുള്ള 100% അതെ അനുഭവം തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അപ്പം അദ്ദേഹം ആ ഒരു അനുഗ്രഹം അവർക്കെല്ലാവർക്കും നൽകും. അതിൽ മാറ്റമില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങളും ക്ഷേത്രമീഡിയയും അതിനോടൊപ്പം പങ്കുചേരുക. അതെ, നിങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഉത്സവ കാലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നവമാധ്യമങ്ങളിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിലായാലും ഇപ്പോൾ വലിയൊരു ഘടകമാണ്. ജനങ്ങൾ പത്രം വായിക്കുന്നത് കുറച്ച് മൊബൈലിൽ വാർത്ത കാണുന്ന കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഭംഗിയായിട്ട് നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതെ, എല്ലാ വർഷങ്ങളിലും ക്ഷേത്രമീഡിയയ്ക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഏതായാലും വളരെ നല്ലൊരു വിശകലനാത്മകമായ ഒരു അഭിപ്രായമാണ് സാർ പറഞ്ഞത്. ഇദ്ദേഹം ഇവിടെ ഉള്ള ഈ ഒരു ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നടത്തിപ്പുകളിലും നേതൃത്വസ്ഥാനം വഹിക്കുന്നവരും അതുപോലെ തന്നെ ചുമതല ഏറ്റിട്ടുള്ളവരും അവരുടെ കർത്തവ്യം സേവന മനസ്കതയോടുകൂടി നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ 6-ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും ഇനിയുള്ള 2 ദിവസത്തിൻ്റെ ബാക്കി നിൽക്കുന്ന ആചാരങ്ങളും ചടങ്ങുകളും ഭംഗിയായി നിർവഹിച്ച് വളരെയധികം, അതായത് എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ വർഷത്തെ ഉത്സവം വളരെ ആത്മാർത്ഥമായും അതുപോലെ തന്നെ ആധ്യാത്മികമായ ചടങ്ങിൻ്റെ പരിപൂർണതയോടുകൂടി സമർപ്പിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി ഈ അഭിമുഖം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. ഞങ്ങൾ അഖിൽ ദാമോദർ സാറിനോടൊപ്പം ക്യാമറാമാൻ ശരവണനോടൊപ്പം ക്ഷേത്രമീഡിയയിൽ മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്രമീഡിയ, എറണാകുളം.